പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹീബ്രു, അറാമയിക്കായാലും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്നേ ഉള്ളൂ. ഒരു ഭാഷ അധികം അറിയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നേടുന്നൊന്നുമില്ല. ഉണ്ടോ? ഇപ്പോൾ നരസിംഹറാവുവിന് 14 ഭാഷ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും അയോധ്യയിലേക്ക് അവിടെ ഇടിച്ചിടാൻ പോയപ്പം എരുത് എന്ന് പറയാൻ ഈ ഒരൊറ്റ ഭാഷ പോലും അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. ഒരു ഭാഷ കൂടുതൽ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താ ഒരു വിനിമയ രീതിയുടെ സ്വന്തമാക്കുന്നത്. ഭാഷ കൂടുതലായിട്ട് അറിയുന്നതുകൊണ്ട് നിങ്ങൾ അറിവ് കൂടുന്നൊന്നുമില്ല. നിങ്ങളൊരു അറാമയ്ക്ക്, എനിക്ക് അറാമയ്ക്ക് അറിയില്ല, പല ഭാഷകളും അറിയില്ല. ലോകത്തെ 99.99% ഭാഷകളും എനിക്കറിയില്ല. മലയാളം പോലും കുറേയൊക്കെ അറിയാത്തേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പോരെയോ, ഇതൊക്കെ മതി. ഇത് ഈ ഭാഷയെല്ലാം അറിയാം, അതെല്ലാം അറിയാമെന്നുള്ള രീതിയിലല്ല നമ്മളീ പറയുന്നത്. നമ്മളൊരു കോമൺ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ കീമോതെറാപ്പി എന്താണ് എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ മുഴുവൻ ഇൻ ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരാളല്ല ഞാൻ. എങ്ങനെയാണ് ചിന്തിക്കേണ്ട ചിന്താരീതിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ബൈബിളിലെ ഈച്ച് ആൻഡ് എവരിത്തിങ്, ഖുറാനിലെ ഈച്ച് ആൻഡ് എവരിത്തിങ്, അതിനൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോൾ എനിക്കതൊന്നും അറിഞ്ഞുകൂടാന്ന് തെളിയിച്ചാലും നിങ്ങൾ പറയുന്നതൊന്നും ശരിയാവില്ല. ബൈബിളിലെ ഇത്ര അധ്യായത്തിൽ ഇത്ര എന്ത് പറയുന്നു എനിക്കറിയില്ല, അതെന്ത്, സോ വാട്ട്. ഒന്നാമത് ഈ മതസാഹിത്യം മുഴുവൻ പഠിച്ചിട്ട് എന്ത് കാര്യം? ഇതുകൊണ്ട് നമുക്ക് ആകെപ്പാടെ കുറച്ച് സമയമുള്ളത് ജീവിതത്തിൽ. അത് അത്യാവശ്യം വേണ്ട സുഖകരമായ കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കിടന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെ ആവശ്യമുള്ളൂ. വിച്ച് ക്രിസ്ത്യൻസ് ബിലീവ് ആൻഡ് ബിലീവ്ഡ് ദാറ്റ് മേരി ഈസ് ഗോഡ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പറയാം. ആ ക്രിസ്ത്യൻ സെക്റ്റിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനത് എവിടെ നിന്ന് റെഫർ ചെയ്യുന്നതെന്നും പറയാം. ദ പേഴ്സൺ ഈസ് ഡേ. നിങ്ങൾ ജെയ് സ്മിത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചു തരാം. ജെയ് സ്മിത്താണ് ഇന്നത്തെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ നമ്പർ 1 ആയിട്ടുള്ള ആൾ. ഡേവിഡ് വുഡ്, ജെയിൻ സ്മിത്ത്, നബീൽ ഖുറേഷി, നിങ്ങൾക്കെല്ലാം അറിയാൻ കഴിയും. ഓക്കെ, കേൾക്കൂ. പോക്കൂ, നിങ്ങളിപ്പോൾ രവി സക്കറിയാസിൻ്റെ പേരായിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ പറയും. ഞാനൊരു വാദം നടത്തി ഇപ്പോൾ അയാളല്ല നമ്പർ 1, മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതൊരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു അസസ്മെൻ്റ് ആണ്. ഞാൻ ജെയ് സ്മിത്തിനെ കുറിച്ച് പറഞ്ഞത് സബ്ജക്റ്റീവായിട്ടുള്ള അസസ്മെൻ്റ് ആണ്. അപ്പം ചിലപ്പോൾ ചിലർ വിഷ്ണുവർദ്ധൻ ആയിരിക്കും ഏറ്റവും നല്ല നടൻ, ചിലർക്ക് രാജ്കുമാർ ആയിരിക്കും, ചിലർക്ക് ധനുഷ് ആയിരിക്കും. അല്ല, പുള്ളി ഈ പറഞ്ഞോണം ഓക്കെ ഇതിൽ ജസ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, ദാറ്റ്സ് ഓൾ. ഞാൻ പറഞ്ഞത് ജെയ് സ്മിത്തിൻ്റെ ഒരു സ്പീച്ചിലുണ്ടെന്നേ പറഞ്ഞു. വേണം ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത്, അങ്ങനെ വിശ്വസിച്ചിരുന്നവർ കുറേ പേരുണ്ടായിരുന്നു, അവരുടെ സെക്റ്റ് പിന്നെ നശിച്ചുപോയി. അതാകാം ഈ ഖുറാനിൽ ഇങ്ങനെ ഒരു വാദം അള്ളാഹു ഉന്നയിക്കുന്നതിന് കാരണം എന്നുള്ള രീതി പറയുന്നുണ്ട്. ഞാനതൊരു പോളിമിക്കാണ്, അത് വാലിഡായിട്ടുള്ള പോളിമിക് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ വാദമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്.